ഹായ് ഗുഡ് മോർണിംഗ്. അങ്ങനെ ഇന്ന് നിയാമോള് LKG പോവാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ അവന് ന്യൂ അഡ്മിഷൻ ആയതുകൊണ്ട് അവന് ഇന്നലെ വിട്ടു, പക്ഷേ ഇന്നലെ വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് നിയാമോള് ഇപ്പം ന്യൂ അഡ്മിഷനാണ് അല്ലേ നിയാമോളെ? ഗൈസ്, അപ്പോൾ നിയാമോൾ ആദ്യമായിട്ട് ഇന്ന് സ്കൂളിൽ പോവാണ്. ഇന്നിപ്പോൾ മിണ്ടായിരിക്കണേ, ഇന്നിപ്പോൾ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഞങ്ങൾ കൊണ്ടുവിടുവാണ് കേട്ടോ. നാളെ തൊട്ട് നിയാമോക്ക് മഞ്ഞ കളർ ബസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അവൾക്ക് മഞ്ഞ കളർ ബസ് എന്നുള്ളത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നാളെ തൊട്ട് അവളും അവൻ്റെ കൂടെ പോകും. അപ്പോൾ ഇന്ന് ഒരു സർപ്രൈസാണ്, ഭയങ്കര ഒരു ഹാപ്പി മൂഡിലാണ് കേട്ടോ. ഇനിയിപ്പോൾ എന്താകുമെന്ന് അറിയില്ല, എല്ലാ ദിവസവും ഇതുപോലൊരു സന്തോഷം കാണിക്കുമെന്ന് അറിയത്തില്ല. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഒരു 5:45 എൻ്റെ ഒപ്പം എഴുന്നേറ്റ് കേട്ടോ രണ്ടുപേരും. ഇവിടുന്ന് ഒരു ഏകദേശം ഒരു 10 കിലോമീറ്റേഴ്സ് ഉള്ളതുകൊണ്ട് അവർക്ക് ഈ ബസ്സിലൊക്കെ യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവൻ ഒരു 8:25 അപ്പോൾ ബസ് ഒന്ന് പോയി. അപ്പോൾ നിയാമോള് ഇന്നിപ്പം ഞങ്ങൾ കൊണ്ടുവിടാൻ പോവുകയാണ്. അപ്പോൾ നിയാമോള് രാവിലെ തന്നെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് മിടുക്കിയായിട്ട് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം സ്കൂളിൽ ചെന്ന് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ സ്കൂളിൽ ചെന്ന് കാണിച്ചു തരാം. Photo. Don't forget the way you look me in the eyes, and I keep you in my heart. In my heart is where you are. I still think of you. I want you coming back. അങ്ങനെ ഞങ്ങൾ വണ്ടിയിലേക്ക് ഒന്ന് കയറി പതുക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഏകദേശം ഇപ്പം എനിക്ക് തോന്നുന്നു പകുതി വഴി ഒക്കെ ആകാറായിട്ടുണ്ട്. അപ്പം ഒരു 10 കിലോമീറ്റർ ആണ് കേട്ടോ ഇവരുടെ സ്കൂളിൻ്റെ ഒരു നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. നമുക്ക് പെട്ടെന്ന് ഒരു ആവശ്യം വന്നാലും എത്തിപ്പെടാത്ത ഒരു ദൂരത്താണ്. പിന്നെ എന്തുകൊണ്ടും ഞങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ കുറച്ചും കൂടെ നല്ല ബെറ്റർ ആണ് ആ സ്കൂളിനെ കുറിച്ച് നമ്മൾ കേട്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും. അപ്പം ഞങ്ങൾ ഈ ഒരു ഡിസ്റ്റൻസിൽ ഞങ്ങൾ വിടാൻ മെയിനായിട്ടുള്ള കാരണം അതൊക്കെ തന്നെയാണ്. വളരെ നല്ല രീതിയിൽ പഠിപ്പിക്കുന്ന ഒരു സ്കൂളും അച്ചടക്കവും കാര്യങ്ങളും എല്ലാ രീതിയിലും ശരിക്കും ഒരു വ്യക്തി അതായത് നമ്മുടെ എല്ലാവർക്കും നമ്മുടെ തൊടുപുഴക്കാർക്കൊക്കെ അത്യാവശ്യം അറിയാം. കാപ്പൻ എന്നാണ് പ്രിൻസിപ്പലിൻ്റെ പേര്. കാപ്പൻ സാറ് നല്ലൊരു സാറാണ്. അപ്പോൾ ഒരുപാട് പോസിറ്റിവിറ്റി ആയതുകൊണ്ടാണ് ഇത്രയും എനിക്ക് തോന്നുന്നു ആ സ്കൂളിനെ കുറിച്ച് ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ എല്ലാവരും പറയുന്നുണ്ട്. അപ്പം ഞങ്ങളും ഞങ്ങളുടെ കുഞ്ഞിനെ ഇത്രയും ദൂരത്ത് വിടാൻ കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾ നന്നായി വളർന്ന് നല്ല രീതിയിലെത്താൻ വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ആ ഒരു നല്ലൊരു ഇതിനായിട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. മൂത്ത ആൾക്ക് ഇന്നലെ തൊട്ട് തുടങ്ങിയായിരുന്നു. അപ്പം ഇന്നാണ് ഇവക്കളുടെ പ്രവേശനോത്സവം. അപ്പോൾ നമുക്ക് സ്കൂളിൽ ചെന്നിട്ട് കാണാം. അങ്ങനെ സ്കൂളിൽ എത്തിയിട്ടോ. മേരിലാൻഡ് പബ്ലിക് സ്കൂൾ എന്നാണ് സ്കൂളിൻ്റെ പേര്. അങ്ങനെ ഞങ്ങൾ നടന്ന് എത്തിയിട്ടോ. അപ്പം അവളുടെ ടീച്ചേഴ്സും എല്ലാവരും അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോ കുട്ടികളെയും വെൽക്കം ചെയ്യുന്നതിനായി അവിടെ ഒരു ഡെക്കറേഷൻസൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നിയമോള് അതിനകത്തോടെ കയറി വന്ന് ക്ലാസ്സിലേക്ക് കയറിയിട്ടോ. അപ്പോൾ എനിക്ക് ശരിക്കും ഭയങ്കര ഒരു സന്തോഷമായിപ്പോയി. കാരണം നിയമൾ വളരെ മിടുക്കിയായിട്ട് ചെയറിൽ ഇരിപ്പുണ്ടല്ലോ, എല്ലാവരും നോക്കുന്നുണ്ടായിരുന്നോള്. അപ്പോൾ എന്താ രസം എന്ന് വെച്ച് കഴിഞ്ഞാലേ കുറേ കുട്ടികൾ നല്ല ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഇരുന്നു. കുറച്ച് കുഞ്ഞുങ്ങൾ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. ശരിക്കും അവരതും ഉണ്ടോ 2 പേര് ഭയങ്കര കരച്ചിൽ, ട്വിൻസാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പം ഞാൻ കുറച്ച് നേരം എനിക്ക് കണ്ടിട്ട് സങ്കടം വരുന്നുണ്ടായിരുന്നു. പക്ഷേ അവരുടെ ആ ഒരു ആ സമയത്തുണ്ടാവുന്ന അവരുടെ അത് കാണുമ്പോൾ നമുക്കൊരു പെട്ടെന്നൊരു മനസ്സിലൊരു ആകാംക്ഷയാണല്ലോ. അങ്ങനെ ടീച്ചേഴ്സ് മാറി വന്ന് അവർ രണ്ടുപേരെയും ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നല്ലൊരു കരച്ചിൽ കൂട്ടായ്മയായിരുന്നു കേട്ടോ. കുറച്ച് പേര് അങ്ങനെ കുറച്ച് പേര് നല്ല ഹാപ്പിയായിട്ട് ഓടിച്ചാടി നല്ല വായാടി കുട്ടികളായിട്ടൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് നേരം കൂടെ അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്തു. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ തിരിച്ചു പോന്നു. പിന്നെ സാറിൻ്റെ നല്ലൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. എന്തായാലും ആ മീറ്റിംഗ് കൂടാൻ പറ്റിയതിൽ വളരെ അഭിമാനമുണ്ട് കേട്ടോ. എന്തായാലും അങ്ങനെ ഞങ്ങൾ ആ മീറ്റിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് പതുക്കെ ഞങ്ങൾ അവളെയും കൊണ്ട് തന്നെ പോന്നു കേട്ടോ.
അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓക്കെ ടാറ്റാ ബൈ